ഇനി ഇവിടെ നോക്കാം, ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം തന്നിട്ട് അതിൻ്റെ നരേഷൻ തന്നിട്ടുണ്ട്. ബച്ചോ കുട്ടികളെ, ഈ നൂരി കാ ഘർ ഹേ, ഇത് നൂരിൻ്റെ വീടാണ്. നൂരി ആംഗൺ മേ ഹേ, ഏ കിസ്കാ ഘർ ഹേ, ഇത് ആരുടെ വീടാന്ന് ചോദിച്ചാൽ ഏ നൂരി കാ ഘർ ഹേ, നൂരി ആംഗൺ മേ ഹേ, നൂരി എവിടെയാണുള്ളത്? കഹാം ഹേ, നൂരി ആംഗൺ മേ ഹേ. നൂരി കെ പാസ് ബില്ലി ഹേ, നൂരിൻ്റെ അടുത്ത് ബില്ലി ഹേ, പൂച്ചയുണ്ട്. നൂരി കെ പാസ് കോൻ ഹേ, ബില്ലി ഹേ. നൂരി കെ ഹാത്ത് മേ മിഠായി ഹേ, നൂരി കെ ഹാത്ത് മേ ക്യാ ഹേ, ഹാത്ത് മേ മിഠായി ഹേ. എന്നിട്ട് ഇവിടെ പറയുന്നത് തസ്വീർ ദേഖ് കർ, ചിത്രം കണ്ടിട്ട് സവാലും കെ ജവാബ് ലിഖിയേ. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, ജവാബ് ഉത്തരം. സവാലും കെ ജവാബ് ലിഖിയേ. യേ കിസ്കാ ഘർ ഹേ, ഇതാരുടെ വീടാണ്? നൂരി കെ പാസ് കോൻ ഹേ, നൂരിൻ്റെ അടുത്തുള്ളത് ആരാണ്? നൂരി കെ ഹാത്ത് മേ ക്യാ ഹേ, നൂരിൻ്റെ കയ്യിലെന്താണ്? ഇതേപോലെ പാരഗ്രാഫ് തന്നിട്ടായിരിക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഞാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ചോദ്യപദം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് കണ്ടെത്തൂട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ചിത്രം തന്നിട്ട് ചിത്രത്തിൻ്റെ ഓരോ നിങ്ങളെ പാഠഭാഗത്തിൽ തന്ന ഓരോ വാക്കുകളും പഠിച്ചെടുക്കട്ടോ. ആടിനെന്താ പറയുക? ബക്കരി, പതങ്ക്, തോത്ത, ടൊപ്പി, ടമാട്ടർ, സമർ. അർത്ഥം പറയണ്ടല്ലോ, ചിത്രം കാണുന്നുണ്ട്. ശരിയായ രീതിയിൽ എഴുതാൻ പഠിക്കട്ടോ. മൂന്നാമത്തെ പാഠം ജോസഫ് നൂരി കാ ദോസ്ത് ഹേ, നൂരിൻ്റെ കൂട്ടുകാരൻ ആരാണ്? ജോസഫ്. വോ നൂരി കെ ഘർ ആയ, അവൻ നൂരിൻ്റെ വീട്ടിൽ വന്നു. ജോസഫ് കെ സാത്ത് ചോട്ടി പഹൻ ബി ഹേ, ജോസഫ് കെ സാത്ത് കോൻ ഹേ? छोटी बहन भी है. उसका नाम सोनी है. बहन का नाम क्या है? सोनी. नूरी अपने घर के बारे में सोनी से कहने लगी. നിങ്ങളെ വീട്ടിലും ആരെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങളെ റൂം, അതുപോലെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, അതുപോലെ നൂരി പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടോ വരുന്നേ? എന്തൊക്കെയാണ് പറയുന്നത്? നൂരി എന്തൊക്കെയാണ് തൻ്റെ വീടിനെ കുറിച്ച് പറയുന്നത്? മേരാ ഘർ, എൻ്റെ വീട്. യഹ് മേരാ ഘർ ഹേ, ഇതെൻ്റെ വീടാണ്. മേരാ ഘർ ഛോട്ടാ ഹേ, എൻ്റെ വീട് ചെറുതാണ്. ഛോട്ടാ പുതിയ വാക്കാണ് അല്ലേ. മേരെ ഘർ മേം ഉമ്മി, അല്ലെങ്കിൽ അമ്മി ഔർ അബ്ബാ ഹൈൻ. മേരാ ഏക് ബഡാ ഭായി ഹേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മിയുണ്ട്, അബ്ബയുമുണ്ട്. പിന്നെയോ ബഡാ ഭായി, വലിയ കാക്കു, വലിയ സഹോദരനുണ്ട് അല്ലേ. ഇവിടെ ഭായി എന്ന് വന്നപ്പം മേരാ, മുസക്കറായതുകൊണ്ട് മേരാ. അതുപോലെ ഇവിടെ ബഹൻ എന്ന് വന്നപ്പോൾ എന്ത് വന്നു? മേരി. തെറ്റിക്കരുത് കേട്ടോ. മേരി ഏക്ക് ചോട്ടി ബഹൻ ഹേ, ഒരു ചെറിയ അനിയത്തിയുണ്ട്, സഹോദരിയുണ്ട്. മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ ദാദാ ഔർ ദാദി ഭി ഹൈൻ. പിന്നെ ആരൊക്കെയുണ്ട്? ദാദയും ദാദിയുമുണ്ട്. ദാദ എന്ന് പറഞ്ഞാൽ ആരാ? അബ്ബാക്ക അബ്ബ, ദാദി അബ്ബാക്കി മാ, അല്ലെങ്കിൽ അബ്ബാക്കി അമ്മി. ഹമാരാ ഘർ പ്യാരാ പ്യാരാ ഹേ, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണോ? അതുപോലെ തന്നെ നൂരിൻ്റെ ഘറും നൂരിൻ്റെ വീടും അവൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇനി ചോദ്യം, നൂരി കെ ഘർ മേം കോൻ കോൻ ഹൈൻ, ആരൊക്കെയാ നൂരിൻ്റെ വീട്ടിലുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒറ്റയടിക്ക് ആൻസർ എഴുതാതെ സെൻറ്റൻസ് ആക്കി എഴുതണം. നിങ്ങൾക്ക് പറയാം ഉമ്മി, അബ്ബ, ദാദാ, ദാദി. അങ്ങനെയല്ല, നൂരി കെ ഘർ മേം, നൂരിൻ്റെ വീട്ടിൽ. ചോദ്യപദങ്ങൾ നമ്മൾ ആദ്യം ഇതുവരെ ഇങ്ങോട്ട് ഇറക്കി എഴുതി. എന്നിട്ട് ഇതിലുള്ള ചോദ്യപദം കോൻ കോൻ, അവിടെ നമ്മൾ ആൻസർ ചേർക്കാണ്. ആരൊക്കെയുള്ളേ? അബ്ബ, അമ്മി, ബഹൻ, ഭായി, ദാദ ഔർ.
ഒരുപാട് ആൾക്കാരെ പറയാന്ന്. അപ്പോൾ ലാസ്റ്റ് പറയുന്ന ആളെ തൊട്ട് മുന്നേ ഓർ ദാദി ഹൈൻ. ചോദ്യപദത്തിൻ്റെ ലാസ്റ്റുള്ള ഭാഗം വീണ്ടും ഇറക്കി എഴുതാം. നൂരി കാ ഘർ കൈസാ ഹേ. നൂരിൻ്റെ വീട് എങ്ങനെയാണ്? ഇനി ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? പേര് നിങ്ങൾ പഠിച്ചതല്ലേ, കിട്ടുന്നുണ്ടോ നോക്കി, ചിത്രം നോക്കിയിട്ട് എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളതെന്ന് നോക്കാം നമുക്ക്. എന്താ ക്ലോക്കിന് പറയുക? ഘടി. എഴുതുന്ന രൂപം ശ്രദ്ധിക്കണം. ഗാഫാണ്. അതുപോലെ ദോ ചശ്മ ഉണ്ട് അല്ലേ. പങ്ക, കസേരക്ക് കുർസി, മേസ്, അലമാര. നമ്മൾ മലയാളത്തിൽ അലമാര എന്ന് പറയും, ഉറുദുവിൽ അലമാരി. കട്ടിൽ പലങ്ക്, ഗേന്ദ് ബോൾ. ഇനി ഇവിടെ റൂമിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. പഠിക്കട്ടോ. യഹ് കംരാഹേ. ഇത് റൂമാകുന്നു. ആരുടെ റൂമാണിത്? ജി ഹാ, നൂരി കാ കംരാഹേ. കംരേമേം. ആദ്യം ഇത് റൂമാണെന്ന് പറഞ്ഞു. ഇനി റൂമിൽ എന്തൊക്കെയുണ്ട്? കംരേമേം പലങ്ക് ഹേ, കട്ടിലുണ്ട് അല്ലേ. കംരേമേം അലമാരി ഹേ, അലമാറയുണ്ട്. കംരേമേം. ഇനി രണ്ട് സാധനം ഒരുമിച്ച് പറയുന്നതാണ്. കംരേമേം ഒന്നുകിൽ നമുക്ക് എന്താ പറയാം? കംരേമേം മേസ് ഔർ കുർസി ഹേ. അവർ ജോഡി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. കംരേമേം മേസ് ഔർ കുർസി ഹൈൻ. ദീവാർ പർ. ദീവാർ ചുമര്. എന്താ ചുമരിലുള്ളത്? ജി ഘടി. ദീവാർ പർ ഘടി ഹേ. ഛത് പർ. എന്താ മേൽക്കൂരയിൽ എന്തുണ്ട്? ഭങ്ക. ഭങ്ക ഹേ. ഓടിച്ചു വിടാണ് കേട്ടോ, ടൈം അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു പോകും വീഡിയോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ കൊടുത്തു യെ മേരെ അബ്ബാ ഹേ. ഇത് മുസക്കർ വരുമ്പം മേര അല്ലെങ്കിൽ മേരെ എന്ന് കൊടുക്കുന്ന രൂപം. മുഅന്നസ് വരുമ്പം മേരി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ അബ്ബ, ഭായി, ഉമ്മി, ബഹൻ എന്നൊക്കെ നോക്കിയിരുന്നു. ഇവിടെ ഗേന്ത് കൊടുത്തുല്ലേ. ഗേന്തിന് മുന്നേ മേര. മനസ്സിലാക്കേണ്ടത് ഗേന്ത് എന്നുള്ള പദം അപ്പം മുസക്കറാണ്. അതുപോലെ ടൊപ്പി എന്നുള്ളത് മുഅന്നസാണ്. ബക്കര, ബക്കരി. മുസക്കറാകുമ്പോൾ എന്ത് വരും? മുഅന്നസാകുമ്പോൾ എന്ത് വരും? അതുപോലെ മുർഗ, മുർഗെ. ബൈൽ കാള, ഗായെ പശു. മുസക്കർ മുഅന്നസ് തിരിച്ചെഴുതാനാണ് കേട്ടോ. പിന്നെ ചെരുപ്പിന് കൊടുത്തിട്ടുണ്ട് ജഗ്, അതുപോലെ ചാബി, ചിടിയ, ഹൽവ, ഹർഗോഷ്. വാക്കുകൾ പഠിക്കട്ടോ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ തന്നെ ഉറുദു പദസമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടെ പഠിക്കാം. പിന്നെ അടുത്ത പാഠം നൂരിക്ക് ഉമ്മി ചായ ലേക്കറായി. ചായ എടുത്തിട്ട് വന്നു. കൂടെ ആരുണ്ട്? ഉമ്മിക്ക് സാത്ത് ബില്ലി ബി മ്യാവും മ്യാവും കർത്തി ആയി. ആരാ കൂടെ വന്നേ? ബില്ലി. എന്നിട്ട് നൂരി ബില്ലിനെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. യഹ് മേരി ബില്ലി ഹേ. ബില്ലി എന്നുള്ള മുഅന്നസായതുകൊണ്ട് മേരി വന്നു. ഇസ്കാ നാം ലാലി ഹേ. നൂരിൻ്റെ ബില്ലിൻ്റെ പേരെന്താ? നൂരിക്ക് ബില്ലി കാ നാം ക്യാ ഹേ? ലാലി. ഇസ്കി ആംഗേം നീലി നീലി ഹായ്. അതിൻ്റെ കണ്ണുകൾ ഏതുപോലെയാ? നീലി നീലി ഹായ്. മേരെ സാത്ത് ചൽത്തി ഫിർത്തി ഹേ. പരീക്ഷയ്ക്കും ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതന്നെയായിട്ട് വരും. അതല്ലെങ്കിൽ കണ്ണിൻ്റെ നിറമൊക്കെ ചിലപ്പം മാറ്റം ഉണ്ടാകും. അതുപോലെ പേര് മാറ്റം ഉണ്ടാകും. പാഠം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുക. ഇവിടെ ഇസ്കാ നാം ബില്ലിക്ക നാം ലാലി ഹേ. അതുപോലെ കണ്ണിൻ്റെ നിറം നീലി നീലി. ഇനി പാട്ട്. ലാലി മേരി ബില്ലി ഹേ. ലാലി എന്ന് പറയുന്നത് നൂരിക്ക്. ബില്ലി കാ നാം ക്യാ ഹേ? കിത്നി പ്യാരി ലഗ്തി ഹേ, നീലി ആംഗോം വാലി ഹേ. ഈ പാട്ട് തന്നിട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ കണ്ണിൻ്റെ നിറം മാറ്റം ഉണ്ടാവില്ല കേട്ടോ. നൂരിക്ക് ബില്ലിക്ക് ആംഗോം
रंग क्या है? नीली, नीली आंखों वाली बिल्ली है। कितनी न्यारी लगती है, सुबह सवेरे उठती है, पास मेरे आ जाती है, हर जा चलती फिरती है, म्याऊ म्याऊ करती है. എന്നിട്ട് ചോദ്യം എന്താ കണ്ടോ? നൂരിക്ക് ബില്ലി കാ നാം ക്യാ ഹെ? നൂരിൻ്റെ ബില്ലിയുടെ പേരെന്താണ്? ലാലി. ലാലി എന്ന് മാത്രം എഴുതിയാ ഫുൾ മാർക്ക് കിട്ടോ? ഇല്ല. ഇതിൽ ചോദ്യപദം ഏതാണ്? ക്യാ. ക്യാ എന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താ എഴുതും? ലാലി. നൂരിക്ക് ബില്ലി കാ നാം ലാലി ഹെ. ബില്ലിക്ക് ആംഖേം കൈസി ഹൈൻ? ബില്ലിൻ്റെ കണ്ണുകൾ എങ്ങനെയാ? നീലി ആംഖോം വാലി ഹെ. അപ്പം എങ്ങനെ എഴുതും? ബില്ലിക്ക് ആംഖേ നീലി ഹൈ. ബില്ലി ക്യാ കർത്തി ഹെ? ബില്ലി ഇവിടെ ക്യാ എന്നുള്ള ചോദ്യപദം മാറ്റിയിട്ട് മ്യാവും മ്യാവും കർത്തി ഹെ. ഇനി ഇതിൽ ഹമ്മാവാസ് അൽഫാസ്. എന്താണ് ഹമ്മാവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ? ഒരേ സൗണ്ടായിരിക്കും, ലാസ്റ്റ് ഒരേ അക്ഷരങ്ങളായിരിക്കും വരുന്നത്. ഇവിടെ കണ്ടോ? ഹർജ ചൽത്തി ഫിർത്തി ഹെ, മ്യാവും മ്യാവും കർത്തി ഹെ. ഫിർത്തി കർത്തി ഒരേ സൗണ്ടാണ് അല്ലേ? അതുപോലെ തന്നെ തീ 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 എന്ന് മാത്രമല്ല തീ എന്ന് വരുന്നുണ്ട്. ചിലത് ലാസ്റ്റ് ഒരക്ഷരം മാത്രമായിരിക്കും ഒരേപോലെ വരിക, സൗണ്ട് ഒരുപോലെ വരണം കേട്ടോ. ഹം ആവാസ്. ഇനി ബില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വരിക, ഇതിലിപ്പോൾ പറഞ്ഞ തസ്വീർ ഗോർസെ ദേഖിയേ, ചിത്രം ശ്രദ്ധിച്ച് നോക്കുക. ഇസ്മേ മേക്ക് ജാൻവർ ചുപ്പാ ഹുവാ ഹേ, ഇതിലൊരു മൃഗം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇസ്കാ നാം ലിഖിയേ, ഇതിൻ്റെ പേരെഴുതൂ. രംഗ് ഭരിയേ, കളറ് കൊടുക്കുക. അതുപോലെ തന്നെ ജുംല തയ്യാറാക്കാൻ. കണ്ടാൽ തന്നെ അറിയാം ബില്ലിയാണെന്നല്ലേ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം കുറച്ച് മൃഗങ്ങളുടെ, നിങ്ങളിപ്പോൾ കുറച്ച് മൃഗങ്ങളുടെ പേരൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ തരും, എന്നിട്ട് അതിൻ്റെ പേരെടുത്ത് എഴുതാൻ പറയും. കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട आपके पसंदीदा जानवर की तस्वीर कीजिए, तस्वीर വരക്കാൻ പറയും. എന്നിട്ട് നിറം കൊടുക്കാൻ രംഗ് ഭരിയേ और इसके बारे में जुमला लिखिए, उसके बारे में जुमला लिखिए. അതിനെക്കുറിച്ച് ജുംല തയ്യാറാക്കാൻ പറയും. എങ്ങനെയായാലും നിങ്ങൾ സെൻറ്റൻസ് തയ്യാറാക്കണം. യഹ് ബില്ലി ഹേ, ഉസ്കാ നാം, പേരെന്താന്ന് എഴുതുക. വോ മ്യാവും മ്യാവും കർത്തി ഹേ. ബില്ലി ഏക്ക് പാൽത്തു ജാൻവർ ഹേ, ഒരു വളർത്തു മൃഗമാണ്. ഇനി കാട്ടിലെ മൃഗമാണെന്ന് എങ്ങനെ പറയും? ജി ജംഗളി ജാൻവർ ഹേ. നമ്മൾ നേരത്തെ ഹമ്മാവാസ് അൽഫാസ് പറഞ്ഞു അല്ലേ? ഇതിലുണ്ടോ നോക്കൂ ഹമ്മാവാസ് അൽഫാസ്. ജി ബാലി കാലി, ലാസ്റ്റ് ഒരേ അക്ഷരങ്ങളാണ്, സൗണ്ട് അതുപോലെ. ബാലി കാലി, മച്ചാത്തി കാത്തി. ഇനി ഹമ്മാവാസ് അൽഫാസ് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കട്ടോ. ഭോലി ഭോരി. തിരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞ. ഇത് കണ്ടോ, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ശരിക്ക് പേര് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പം ബ്രാക്കറ്റിൽ തരുമായിരിക്കും, എന്നിട്ട് എടുത്ത് എഴുതാനാണ് പറയുക. എന്നാലും നിങ്ങൾക്ക് അർത്ഥം അറിയണ്ടേ? അർത്ഥം അറിയാഞ്ഞാൽ കിട്ടൂലല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കട്ടോ. കുത്ത, ഷേർ, ഖർഗോഷ്, ബില്ലി, ബന്ദർ, ബക്കരി. ഇതിലേതൊക്കെയാ വളർത്തുമൃഗങ്ങൾ? പാൽത്തു ജാൻവർ, വളർത്തുമൃഗം ഏതൊക്കെയാ നിങ്ങൾക്കറിയുന്നല്ലേ? ഇനി അത് വിവരിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, ഇഷ്ടപ്പെട്ട മൃഗത്തിനെ കുറിച്ച് എഴുതാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പിനെ പസന്തീത പാൽത്തു ജാൻവർ കെ ബാരെ മേ ജുംല ലിഖിയേ. ഇപ്പോൾ ഇവിടെ നോക്കാം, ബില്ലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യഹ് ബില്ലി ഹേ, ये मेरा बिल्ली है, ये बिल्ली म्याऊ म्याऊ करती है, ये एक पालतू जानवर है, ये बिल्ली का रंग सफ़ेद है.
ഇനി നമ്മൾ കുത്തനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കുത്ത. ബാക്കിയൊക്കെ ബില്ലിന്ന് മാറുമ്പം ഇവിടെ മ്യാവും മ്യാവും എന്നുള്ളിടത്ത് എന്ത് വരും? ജി. ബൗ 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 കർത്താ ഹേ. ഓരോന്നിൻ്റെ സൗണ്ടിനനുസരിച്ച് മാറും കേട്ടോ. അതുപോലെ നിറം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം, അതല്ലെങ്കിൽ ഇപ്പം പ്രാവൊക്കെ ആണെങ്കിൽ കൂടുതലും സഫേദല്ല നമ്മൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അതിനനുസരിച്ചുള്ള നിറം കൊടുക്കാം. പിന്നെ നിറം കൊടുക്കലും ഇത് കഴിഞ്ഞിട്ട് രംഗ് ഭരിയെ പടിയർ ലിഖിയെ. നിങ്ങളിതിൻ്റെ പേര് നോക്കി വെക്കുക. ഇങ്കിന് പറയുക ദവാത്ത്, വാതിലിന് ദർവാസ, ധനിക്, മഴവില്ല്. മഴവില്ലിലെ 7 നിറങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. നോക്കി വെക്കട്ടോ. അത് പരീക്ഷയ്ക്ക് വരില്ല, എന്നാലും നിങ്ങൾ ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിലും വെക്കേഷനിൽ പഠിക്കട്ടോ. പിന്നെ ഇനി ഇവിടെ പറയുന്നത് പാൽത്തു ജാൻവറോं के बारे में छोटी छोटी नज़म या गीत चमकर ക്ലാസ് में पेश कीजिए. ഇത് നിങ്ങൾക്ക് വെക്കേഷനിലേക്കുള്ള വർക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് നോക്കാം. 5ാമത്തെ പാഠഭാഗം. പാഠഭാഗത്തിൻ്റെ പേരെന്താ? നന്ന മുന്ന കവ്വ. ഇത് ഞാൻ വായിക്കുന്നില്ല, നമുക്ക് ശേഷമുള്ളത് വായിക്കാം. नन्ना मुन्ना कौवा. आम के पेड़ पर एक कौवा रहता था. आम के पेड़ पर മാവിൽ एक कौवा ഒരു കാക്ക रहता था താമസിച്ചിരുന്നു. അപ്പം കവ്വ കഹാം रहता था. കവ്വ എവിടെയാണ് താമസിച്ചത്? ജി ആം കെ പേട് പർ. അതുപോലെ തന്നെ വേറൊരു ചോദ്യം വരാൻ. ആം കെ പേട് പർ കോൻ രഹ്താ താ. ആരാണ് താമസിച്ചത്? കവ്വ രഹ്താ താ. ഉസ്കെ ചോട്ടെ ചോട്ടെ ബച്ചേ. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അല്ലേ? പേട് കെ നീച്ചേ മുർഗേ കാ ഏക് ഡർഭ താ. ഈ മരത്തിൻ്റെ താഴെ, മാവിൻ്റെ താഴെ എന്തുണ്ട്? കോഴിയുടെ ഒരു കൂടുണ്ട്. ഡർഭ, കോഴിക്കൂട്. പാസ് ഹി അടുത്ത് തന്നെ. നാരിയൽ കായക്ക് പേട് ഭീത്ത ഒരു തെങ്ങുണ്ട് അല്ലേ? പാസ് ഹി ഈ മാവിൻ്റെ നേരെ താഴെ എന്തുണ്ട്? മുറുകിൻ്റെ ഒരു ഡർഭ ഉണ്ട്. അതുപോലെ തന്നെ മാവിൻ്റെ അടുത്ത് തന്നെ ഒരു തെങ്ങുണ്ട് അല്ലേ? ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ? പാസ് ഹി നാരിयल का एक पेड़ भी था. उस पर एक तोता रहता था. അപ്പോൾ തോത്ത എവിടെയാ താമസിച്ചത്? ജി നാരിयल के पेड़ पर एक तोता रहता था. തെങ്ങിൽ ഒരു തത്ത താമസിച്ചിരുന്നു. एक दिन कौवा खाने की तलाश में बाहर गया. ഒരു ദിവസം കാക്ക ഭക്ഷണം അന്വേഷിച്ച് പുറത്തേക്ക് പോയി. അച്ചാനക് പെട്ടെന്ന് തേസ് ഹവാ ചലി. ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. ജോർദാർ ബാരിഷ് ഹുയി. ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി. ഏക് നന്ന കവ്വ ഗോൻസലെ സേ നീച്ചെ ഗിർ പടാ. ഒരു ചെറിയ കാക്ക കുഞ്ഞൻ ഗോൻസലെ സേ, പക്ഷിക്കൂടിന് പറയുന്നതാണ് എന്ത്? ഗോൻസലെ. ഗോൻസലെ സേ നീച്ചെ ഗിർ പടാ. താഴോട്ട് വീണു. എങ്ങനെയാ വീണേ? എന്തുകൊണ്ടാണ് കാക്ക കുഞ്ഞൻ വീണേ? ജി तेज हवा और जोरदार बारिश की वजह से नन्हे कौवा घोंसले से नीचे गिर पड़ा.
താഴോട്ട് വീണു അല്ലേ. കായേം കായേം, കാക്കകളുടെ സൗണ്ട് ഏതാണ്? ആവാസ്, കവ്വ കാ ആവാസ് കൈസാ ഹേ? കായേം കായേം. ബച്ചാവോ, മുझे ബച്ചാവോ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. നന്ന കവ്വ റോനെ ലഗ, നന്ന കവ്വ കരയാൻ തുടങ്ങി. ആവാസ് സുൻകർ, ശബ്ദം കേട്ടിട്ട് തോത്ത പേടിക്ക് സൗറാഹ് സേ ബാഹറായ. ആരോ കരയുന്ന ശബ്ദം കേട്ടിട്ട് തത്ത എന്ത് ചെയ്യാണ്? മാളത്തിൽ നിന്നും, മരത്തിൻ്റെ മാളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. മുറകെ ബി ഡർബെ സേ ബാഹറായി, കോഴിയും തൻ്റെ കോഴിക്കോടിൽ നിന്നും പുറത്തേക്ക് വന്നു. അരേ നന്നേ കവ്വേ ഡറോ മത്, പേടിക്കണ്ട. റോ മത്, കരയണ്ട. ഇവിടെ കണ്ടോ ചിത്രത്തിലെ? तोता और मुर्गी नन्हे कव्वे को डरबे में ले आए. തത്തയും കോഴിയും കാക്കക്കുഞ്ഞനെ എവിടേക്കാ കൊണ്ടുപോയേ? കഹാം ലേ ആയേ? ജി ഹാം, ഡർബെ മേം ലേ ആയേ. നന്നെ കവ്വേക്ക് ജാൻ ബച്ചായി, ആ ചെറിയ കാക്കക്കുഞ്ഞൻ്റെ ജീവൻ രക്ഷിച്ചു അല്ലേ. ഇത്തിനേമേം, ഇത്രയായപ്പോൾ കവ്വ വാപ്പസ് ആയ, കാക്ക തിരിച്ചു വന്നു. കാക്ക എവിടെ പോയതായിരുന്നു? ജി ഖാനേക്ക് തലാഷ്മേം ബാഹർ ഗയാത്ത, പുറത്തു പോയതായിരുന്നു അല്ലേ. ദേഖാത്തോ, നോക്കിയപ്പോൾ ഗോൻസലേമേം, കൂട്ടിൽ ഏക് ബച്ചാ നഹീ താ, ഒരു കുഞ്ഞനില്ല കൂട്ടില്. പരേശാൻ ഹോക്കർ, ആകെ ആശങ്കപ്പെട്ട് അസ്വസ്ഥതയായിട്ട് വഹ് ഇധർ ഉധർ ഉടനെ ലഗ, അവിടെ ഇവിടേക്കായിട്ട് പറന്ന് നടക്കാൻ തുടങ്ങി. മുറകെ അവർ തോത്ത ബാഹറായി, ഇത് കണ്ട് തത്തയും കോഴിയും പുറത്തേക്ക് വന്നു. പരേശാൻ മത് ഹോ, ടെൻഷൻ ആവണ്ട. ആപ്കാ ബച്ച, താങ്കളുടെ കുഞ്ഞൻ മേരെ ഡർബെ മേ ഹേ, എൻ്റെ കൂട്ടിലുണ്ട്. തോത്തേനെ കവ്വേ സേ സാരി ബാത്തേം ബത്തായേ, തത്ത കാക്കയോണ്ട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. കവ്വ ബഹുത് ഖുഷ് ഹുവാ, കവ്വ ഇത് കേട്ടപ്പോൾ എന്തായി? വളരെ സന്തോഷമായി. और उनका ശുക്രിയ അദാ കിയ, അവർക്ക് ശുക്രിയ പറഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദ്യം തയ്യാറാക്കാൻ പറ്റുക? പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഭാഗം തരികയാണ്, ഒരു പാർട്ട് തന്നിട്ട് ചോദ്യം തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? ഇതിൽ തന്നെ ഉണ്ട് ചോദ്യങ്ങൾ, നമുക്ക് നോക്കാം. സവാലോം കെ ജവാബ് ലിഖിയേ, ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറയാണ്. നാരിയൽ കെ പേട് പർ കോൻ രഹ്താ ഥാ, തെങ്ങിൽ ആരാണ് താമസിച്ചത്? ആരാ താമസിച്ചത്? പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു. ആരാണ്? നോക്കാം ആരാണ് ഇവിടെ നോക്കാം. ആദ്യത്തിൽ പറയുന്നത് ആം കെ പേട് പർ ഏക് കവ്വാ രഹ്താ ഥാ, മാവിലൊരു കാക്ക താമസിച്ചിരുന്നു. മാവിലൊരു കാക്ക താമസിച്ചിരുന്നു. ഇനി ഇവിടെ പേട് കെ നീച്ചെ, മൂന്നാമത്തെ വരിയിൽ മാവിൻ്റെ താഴെ മുർഗി കാ ഏക് ഡർബാ ഥാ, പാസ് ഹി അടുത്ത് തന്നെ നാരിയൽ കാ ഏക് പേട് ഭീ ഥാ, ഒരു തെങ്ങുണ്ടായിരുന്നു. ഉസ് പർ അതിൽ ഏക് തോത്താ രഹ്താ ഥാ, ഒരു തത്ത താമസിച്ചിരുന്നു. അപ്പോൾ തത്ത എവിടെയാ താമസിച്ചത്? ജി ഹാ, നാരിയൽ കെ പേട് പർ. അപ്പം നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും?
നാരി. ഇവിടെ ചോദ്യപദം ഏതാണ്? സവാലിയ ലഫ്സ് കോൻ. അത് മാറ്റിയിട്ട് നാരിയൽ കെ പേട് पर एक तोता रहता था. നന്ന കവ്വ ഗോൻസിലെ സെ കൈസെ ഗിർപട. എങ്ങനെയാ വീണത് കാക്കക്കുഞ്ഞൻ? ശക്തമായ മഴയും കാറ്റും അടിച്ചിട്ടില്ലേ? എങ്ങനെ പറയും? നന്ന കവ്വ ഗോൻസിലെ സെ जोरदार बारिश और तेज हवा से गिर पड़ा. എവിടെയെന്നും അതുണ്ടായിരുന്നേ? ഇവിടെ കണ്ടോ? തേസ് ഹവ ചലി ജോർദാർ ബാരിഷ്. ഈ രണ്ട് തേസ് ഹവ और जोरदार बारिश से नन्हे कौवा घोंसले से नीचे गिर पड़ा. അടുത്ത ചോദ്യം എന്താ? തോത്ത ഓർ മുർഗി നന്നെ കവ്വേക്കോ കഹാം ലേ ആയേ. എവിടേക്കാ കൊണ്ടുപോയേ? ഡർബേക്കാണല്ലേ. തോത്ത ഓർ മുർഗി നന്നെ കവ്വേക്കോ ഡർബെ മേ ലേ ആയേ. കവ്വ ക്യോ പരേശാൻ ഹുവ. എന്തുകൊണ്ടാണ് ആകാശങ്കപ്പെട്ട് അസ്വസ്ഥതയായത്? കവ്വ വാപ്പസ് ആയേത്തോ. തിരിച്ചു വന്നപ്പോൾ ഏക് ബച്ച ഒരു കുഞ്ഞൻ ഗോൻസലെ മേം നഹീത്ത ഒരു കുഞ്ഞന് കൂട്ടിലില്ലായിരുന്നു അല്ലേ? എവിടെയാണ് അത് പറയുന്നത്? ഇത്നേമേം കവ്വ വാപ്പസ് ആയ. കാക്ക തിരിച്ചു വന്നപ്പോൾ കവ്വ വാപ്പസ് ആയേത്തോ തിരിച്ചു വന്നപ്പോൾ തോ ഗോൻസലെ മേം ഏക് ബച്ച നഹീത്ത കൂട്ടിൽ ഒരു കുഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണല്ലേ അസ്വസ്ഥതയായത്. ഇത്രയാണ് ഇതിൽ നിന്ന് പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറഞ്ഞാലുണ്ടാവുക കേട്ടോ. പിന്നുള്ളത് പക്ഷികളുടെ പേര്. ഇതെല്ലാം പാൽത്തു പരിന്തകളാണ്. മുറുക, കവ്വ, കബൂത്തർ. കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവൻ, കവ്വ കാക്ക, മുറുക കോഴി. എന്നിട്ട് നിങ്ങൾക്ക് പസന്തീത പരിന്താക്കിയ ബാരമീൻ ജുംലാലിക്ക് ഇഷ്ടപ്പെട്ട പക്ഷിനെ കുറിച്ച് ജുംല തയ്യാറാക്കാൻ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. പൂരിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ ഏതൊക്കെ പക്ഷികളുടെ പേര് പഠിച്ചിട്ടുണ്ട്? പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചിലപ്പോൾ പക്ഷികളുടെ ചിത്രം തന്നിട്ട് പേര് എഴുതാനുണ്ടായിരിക്കാം കേട്ടോ. കോയിൽ, തോത്ത, കബൂത്തർ, കവ്വ, മുറുക. അപ്പം നമുക്ക് പക്ഷിനെ കുറിച്ച് എഴുതുന്നത് യഹ്. ഇപ്പോൾ ഇവിടെ കബൂത്തർ ആണെങ്കിൽ യഹ് കബൂത്തർ ഹേ. കബൂത്തർ ഏക്ക് ഒരു പാൽത്തു പരിന്ത ഹേ. നേരത്തെ നമ്മൾ ജാൻവറിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? അതുപോലെ ഇത് പക്ഷിനെ കുറിച്ചാക്കിയിട്ട് എഴുതാം. വളർത്തു പക്ഷിയാണ്. ഇസ്കാ രംഗ് ഇതിൻ്റെ നിറം സഫേദ് ഹേ. സഫേദാണ്. പിന്നെന്തെഴുതാം? കബൂത്തർ മേര പസന്തീത പരിന്ത ഹേ. ഇഷ്ടപ്പെട്ട പക്ഷിയാണ്. പസന്തീത എന്നുള്ള വാക്ക് അവിടെ കണ്ടോ? കബൂത്തർ മേര പസന്തീത പരിന്ത ഹേ. അടുത്തത് എന്താ എഴുതാം? ജി ഹാം. കബൂത്തറിൻ്റെ സൗണ്ട് ഏതല്ലേ? എന്താണ് കബൂത്തറിൻ്റെ സൗണ്ട്? ഗട്ടർഗോം. കബൂത്തർ ഗട്ടർഗോം ഗട്ടർഗോം കർത്താ ഹേ. പിന്നെ ഇതിലേതൊക്കെയാ സൗണ്ട്? കൂക്കു. കൂക്കു എന്നുള്ളത് ആരുടെയാ? കോയിൽ. ഇവിടെ പേര് തന്നിട്ടുണ്ട്, എടുത്ത് എഴുതാനാ പറഞ്ഞേ. കവ്വ, കോയിൽ, മുറുക, തോത്ത. എന്നിട്ട് ഇവിടെ ഒന്ന് കൊടുത്തുണു. കബൂത്തർ ഗൊട്ടർഗോം ഗൊട്ടർഗോം കർത്താ ഹേ. കവ്വ കായേം കായേം കർത്താ ഹേ. ഇതുപോലെ എടുത്ത് എഴുതട്ടോ. ടിൻ ടിൻ കർത്താ ഹോം പഴഞ്ചൊല്ലാണ്. പഹേലി പഴഞ്ചൊല്ല്, കടങ്കഥ എന്നൊക്കെ പറയും. ടിൻ ടിൻ
ടിൻ ടിൻ കർത്താ ഹോ രംഗ് ഹെ മേരാ ഹരാ ഹര. പച്ച നിറത്തിലുള്ള ടിൻ ടിൻ എന്നുള്ള ശബ്ദം തന്നെ നിങ്ങൾക്കറിയാം. ആരുടെയാ? തോത്ത. കായേം കായേം, കായേം കായേം ശബ്ദം ആരുടെയാ? കവ്വ. അടുത്ത ഇനി കക്കടോങ്കോ, ആരാ കക്കടോങ്കോ എന്ന് പറയാ? സുബഹ് സവേരെ ഉഠ്താ ഹോ, അതിരാവിലെ എണീക്കുന്ന പക്ഷി ആരാ? ജി മുർഗ. ഇനി നിങ്ങൾക്ക് ഒരു കഥയാണ്. ചിത്രത്തിൻ്റെ പേരെഴുതാൻ. ഇവിടെ എന്താ ഉള്ളേ? കവ്വ. പിന്നുള്ളത് ഒരു പൂന്തോട്ടം ഉണ്ടല്ലേ? പൂന്തോട്ടത്തിന് എന്ത് പറയും? പൂന്തോട്ടം. ബാഗൻ. എങ്ങനെ എഴുതും? ബാഗൻ. പൂന്തോട്ടം. പൂന്തോട്ടത്തിന് എന്താ പറയുക? ബാഗൻ. അടുത്തത് പിന്നൊന്നുണ്ട്. ഏക് ദിൻ, ഒരു ദിവസം. ഇവിടെ വീണ്ടും മുറുക തന്നെയാണ്. അപ്പിനെ പൗധോങ്കോ, തൻ്റെ ചെടികൾക്ക് പാനി ദേ രഹാത്ത, വെള്ളം നൽകുകയായിരുന്നു. ഈസ് വാക്ത്, ഈ സമയത്ത്. ഏക്, ഒരു. ഇവിടെ എന്തുണ്ട്? തത്ത ഉണ്ടല്ലേ? തത്തക്ക് എന്ത് പറയും? തോത്ത. ഓർ ഇവിടെ ആരല്ലേ? കാക്ക. കാക്കക്ക് എന്താ പറയുക? കവ്വ. വഹാം ആയേ, അവിടേക്ക് വന്നു. ദോനോ, രണ്ട് പേരും. ആരുടെ ചിത്രാണ്? മുർഗ കി മദത് കർണേ ലഗേ, കോഴിയെ സഹായിക്കാൻ തുടങ്ങി. മുർഗ ബഹുത് ഖുഷ് ഹുവ, വളരെ സന്തോഷമായി. പിന്നെ ചെണ്ടക്ക് എന്ത് പറയും? ഢോൾ. ഡർബ, സഹീറ, ചാക്ക്. പൂരിപ്പിച്ചെഴുതാനാണ്. ഇത്രയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എല്ലാ പാഠഭാഗവും വായിക്കട്ടോ. നന്നായിട്ട് പഠിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് എണ്ണം 10 വരെ എണ്ണം ഒന്ന് എഴുതി തരാം കേട്ടോ. എണ്ണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്ര തന്നെ ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.